അല്ല, ഇപ്പോൾ സൂപ്പർ സ്റ്റാറിനെ വെച്ച് പടം എടുക്കുന്നതിൻ്റെ എൻ്റെ സ്വപ്നം എന്ത് ഉദ്ദേശമാണ്? ഞാനിപ്പോൾ എനിക്ക് പിന്നെ പിന്നെ എന്താണ് BMW കാർ വാങ്ങുക എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വപ്നമാണോ? അത് സാക്ഷാത്കരിക്കേണ്ട ഗവൺമെൻറ് ചുമതലയാണോ? പിന്നെ അല്ലാതെ അത് കല കൊണ്ടാണോ നിങ്ങൾ സൂപ്പർ സ്റ്റാറിനെ അന്വേഷിച്ച് പോകുന്നത്? കലയ്ക്കല്ല, അത് വേറൊരു തരം സിനിമ എടുക്കാൻ വേണ്ടിയാണ്. സൂപ്പർ സ്റ്റാറിനെ അന്വേഷിച്ച് പോകുന്നത് അതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് പടത്തോട് സിനിമ എടുക്കുന്നതിനോടാണ് നിങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിൽ, അതൊരു കലാസൃഷ്ടിയാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാറൊന്നും ആവശ്യമില്ല. സർക്കാർ സഹായത്തിന് നിരവധി പേർ അപേക്ഷ നൽകുകയും അതിൽ നിന്ന് പരിശോധിച്ചതിന് ശേഷമാണോ ആളുകളെ തിരഞ്ഞെടുക്കുന്നത്? അപ്പോൾ അത് കൃത്യമായി ഒരു പരിശോധന ആളുകളെ തിരഞ്ഞെടുക്കുന്നതിൽ ഒന്നും തെറ്റ് ഞാൻ പറഞ്ഞില്ലല്ലോ. പറഞ്ഞോ, അവർ സ്ക്രിപ്റ്റ് വെച്ചിട്ട് ഓരോരുത്തരുടെയും സ്ക്രിപ്റ്റ് വായിച്ച് നോക്കിയിട്ട് അത് വെച്ചിട്ടാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അവരുമായിട്ട് ഇൻ്റർവ്യൂ നടത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ എനിക്കറിയാം. പക്ഷേ ഫിലിം എടുക്കുന്നതിനായിട്ട് ഈ എടുക്കാൻ വരുന്ന ആൾക്ക് വിവരം വേണം ഇതിനെപ്പറ്റി. അവനവൻ കൈകാര്യം ചെയ്യുന്ന ഈ മാധ്യമത്തെ പറ്റിയുള്ള അറിവ് വേണം. അതാണ് പറഞ്ഞത്. അത് കൊടുക്കണമെന്നാണ് പറഞ്ഞത്. അവർക്ക് നല്ലതാണ്. അവർക്ക് ഒരു പടം എടുത്തിട്ട് അപ്രത്യക്ഷനാവുകയല്ല വേണ്ടത്. അവരവിടെ നിന്ന് കൂടുതൽ പടങ്ങൾ മലയാളത്തിൽ ഉണ്ടാക്കണം. അതിന് ആദ്യത്തെ കിട്ടുന്ന ഒരു വലിയ ചാൻസാണ് നിങ്ങൾക്ക് ഈ പടം എടുക്കാൻ കിട്ടുന്നത്. ഷെഡ്യൂൾ കാസ്റ്റിനായാലും കുട്ടികൾക്കായാലും സ്ത്രീകൾക്കായാലും അതിനെപ്പറ്റിയാണ് പറഞ്ഞത്. ഒരു പടം എടുത്ത് ഗവൺമെൻറ്റിൻ്റെ പൈസയിൽ പടം എടുത്തു, അപ്രത്യക്ഷനാവരുത്. ഇവർ ഈ രംഗത്ത് നിന്ന് കൂടുതൽ പ്രവർത്തിക്കേണ്ടതാണ്. നിങ്ങൾക്ക് പിൽക്കാലത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സൂപ്പർ സ്റ്റാറിനെ കാസ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയണം. അത് ഒരാൾ ഓടി വന്നിട്ട് സൂപ്പർ കാസ്റ്റിനെ അന്വേഷിച്ച് വരുന്നത് നടക്കുകയില്ല. ഇത് ഒന്നാമത് ഈ മാധ്യമത്തെ പറ്റി അറിയണം ആദ്യം, എന്നിട്ട് പടം എടുത്ത് പ്രൂവ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് പൈസ കിട്ടും. ആരും നിങ്ങളെ ഫൈനാൻസ് ചെയ്യാൻ തയ്യാറാവും. അത്രേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച്. എല്ലാം പറഞ്ഞു കഴിഞ്ഞു. സംവിധായകൻ നാടൂർ ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. താൻ പറഞ്ഞതിൽ ഉറച്ചു തന്നെ നിൽക്കുന്നു. കാരണം നല്ല ഉദ്ദേശത്തോടുകൂടി പറഞ്ഞത് മാത്രമാണ് ഈ വാക്കുകളെല്ലാം തന്നെ. സ്ത്രീ വിരുദ്ധമായോ അല്ലെങ്കിൽ ദളിതർക്ക് വിരുദ്ധമായോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. സർക്കാർ ഫണ്ട് നൽകുമ്പോൾ അവർക്ക് നല്ല പരിശീലനം നൽകണം എന്ന് മാത്രമാണ് താൻ പറഞ്ഞത്. മറ്റെല്ലാം തെറ്റിദ്ധാരണജനകമായ വാർത്തകളാണ്